ചേട്ടാ നമസ്കാരം. നമസ്കാരം. രണ്ട് വാർത്തകൾ. രണ്ടും ട്രംപിന്റെ മണ്ടക്കിട്ടുള്ള അടി തന്നെയാണ്. അതില് ഒന്ന് മൂഡിസിന്റെ ഒരു സർവേ ആണ്. ഈ മൂഡിസ് എന്ന് പറഞ്ഞാല് ആഗോളതലത്തിൽ ഉള്ള റേറ്റിംഗ് ഏജൻസിയാണ്. മൂഡിസിന്റെ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്ക മുച്ചൂടും മുടിയും എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകളിൽ പറയാറില്ലേ, നരേന്ദ്രമോദിയുമായിട്ട് മുട്ടിയ നേതാക്കൾക്ക് പിന്നെ അവരുടെ ജീവിതത്തിൽ ഇതിലും മികച്ചൊരു എതിരാളിയെ കിട്ടില്ല. ആ ഒരു ചാൻസ് ഇല്ല. കാരണം മോദിയെ ഒരു എതിരാളിയായിട്ട് അപ്പുറത്ത് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ മോദി ആയിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ കാണുന്ന ഏറ്റവും മികച്ച എതിരാളി. ഇനി അതിനപ്പുറത്തേക്ക് ഒരു എതിരാളി ആര് വന്നു കഴിഞ്ഞാലും മോദിക്ക് താഴെ മാത്രമേ എതിരാളി എന്ന ലെവലിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ മൂഡിസിന്റെ ഒരു സർവേ വരുന്നുണ്ട് കേട്ടോ. സർവേ എന്ന് പറഞ്ഞാൽ കിടിലൻ സർവേയാ. അമേരിക്ക ഗുരുതരമായിട്ടുള്ള മാന്ദ്യത്തിന്റെ വക്കിലാണെന്ന് അവർ പറയുന്നത്. 1/3 ഇതിനകം തന്നെ അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയിലായി കഴിഞ്ഞു. വിവിധ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ട്രംപിന്റെ താരിഫ് ബോംബ് ട്രംപിന്റെ മൂട്ടിൽ തന്നെ വീണ് പൊട്ടി എന്നാണ് അവർ പറയുന്നത്. ഈ ചീഫ് എക്കണോമിക്സ്റ്റ് ആയിട്ടുള്ള മാർക്ക് ജാൻഡി അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് GDP-യിൽ ഏകദേശം 1/3 സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പോലും അവിടെ മാന്ദ്യത്തിലായി കഴിഞ്ഞു. GDP വളർച്ചയും പണപ്പെരുപ്പ കണക്കുകളും സാമ്പത്തിക വിജയത്തിന്റെ അളവുകോലായിട്ടാണ് ട്രംപ് കണക്കാക്കുന്നത്. അപ്പൊ ഈ ഗുരുതരമായിട്ടുള്ള മാന്ദ്യത്തെ അഭിമുഖീകരിക്കുന്ന അമേരിക്ക വലിയ നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് തൊഴിലവസരങ്ങൾ ഇല്ലാതാവുന്നുണ്ട് അമേരിക്കയിൽ. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രശ്നം അവിടെ തൊഴിലവസരവും ഇല്ല, ഉൽപാദനവും ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ അതായത് GDP-യിലേക്ക് സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ 1/3 മാന്ദ്യമായതുകൊണ്ട് തന്നെ പ്രതിസന്ധി രൂക്ഷമാണെന്നും 22,100 സർക്കാർ ജോലികൾ അവിടെ കാലിഫോർണിയയിൽ മാത്രം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ വടക്ക് കിഴക്കൻ മിഡ് വെസ്റ്റ് വാഷിംഗ്ടൺ DC മേഖലകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മേഖലകൾ. അവിടെ തന്നെ 22,100 പേർക്ക് സർക്കാർ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ ഈ തുടർച്ചയായിട്ടുള്ള 6ാം മാസവും മാനുഫാക്ചറിങ് PMI അത് താഴേക്ക് പോവുകയാണ് അമേരിക്കയിൽ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അമേരിക്കയിലെ ഉൽപാദന പ്രവർത്തനങ്ങൾ കുറയുന്നു. 2025 ഓഗസ്റ്റിൽ അമേരിക്കയുടെ ഉൽപാദന PMI 48.7% കുറഞ്ഞു എന്നാണ് പറയുന്നത്. മഹാമാന്ദ്യത്തിലേക്കാണ് അവന്മാർ പോകുന്നതെന്ന് പറയുന്നത്. സന്തോഷം മാത്രമേ ഉള്ളൂ, അത് വേറെ കാര്യം. 6 മാസമായിട്ട് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാക്ടറികൾ കഷ്ടപ്പെടുന്നു. താരിഫുകൾ അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്നില്ല. നഷ്ടം വലിയ രീതിയിൽ വരുത്തി വയ്ക്കാനായിട്ടാണ് ട്രംപ് പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് കോടതികളൊക്കെ ട്രംപിനോട് പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കും. അപ്പൊ ട്രംപ് കോടതിയോട് പറയുന്നത് നിങ്ങൾ അമേരിക്കയെ ദാരിദ്ര്യത്തിലോട്ട് വലിച്ചിടാതിരുന്നാൽ മതി, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നാണ്. ഇന്ന് ഒരു വലിയ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ട്രംപ് ഈ സംസ്ഥാനങ്ങളൊക്കെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ കാലിഫോർണിയയിൽ പട്ടാളത്തിന് ഇറങ്ങി. അപ്പൊ അമേരിക്ക കോടതി പറഞ്ഞു എടുത്തു മാറ്റെന്ന് പറഞ്ഞു. വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവസാനം എടുത്തു മാറ്റേണ്ടി വന്നു. ഇനി ട്രംപിന് അവിടെ സൈന്യത്തിന് ഇറക്കാൻ കഴിയില്ല. ഇത് നല്ലൊരു വാർത്തയാണ്. ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു വാർത്തയാണ്. കാരണം നമ്മൾ ഹിന്ദുക്കൾ എവിടെ നമ്മുടെ ഒരു ഹിന്ദു മരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് അടി കിട്ടിയാലോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാലോ ആദ്യം ഓടുന്ന നമ്മളായിരിക്കും. നമ്മൾ പ്രതിരോധിക്കില്ല, നമ്മൾ ഓടും. ഒരു അടി ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എണീച്ച് ഓടും, അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ ഓടും. പക്ഷെ മറ്റ് സെമറ്റിക് മതസ്ഥരൊന്നും അങ്ങനെയല്ല. അവര് സംഘടിതരായിട്ട് ഇപ്പൊ പലസ്തീനൊക്കെ കണ്ടില്ലേ, മതസ്ഥര് പോലും അങ്ങനെയാണ്. ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ചരിത്രത്തിൽ ഹോളോകോസ്റ്റിനെക്കാട്ടിലും വലിയ ഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കൊരു സംശയം തോന്നി. ഞാൻ ഒരു ദിവസം ഒരാളോട് ഡൗട്ട് ചോദിച്ചു, ഈ ഹോളോകോസ്റ്റിനെക്കാട്ടിലും വലിയ കൂട്ടക്കൊലകളൊക്കെ നടന്നിട്ടുണ്ട്, അപ്പൊ ഈദി അമീനൊക്കെ അതിലും വലിയ കൊലപാതകങ്ങളൊക്കെ നടന്നു, എന്താണ് ഈ ഹോളോകോസ്റ്റ് മാത്രം ഇപ്പോഴും നമ്മൾ ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ആലോചിക്കുന്നത്? അപ്പൊ അവര് പറയുന്നത് അതാണ് ജൂതന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. അവരുടെ കൂട്ടത്തിനുണ്ടായ ആ ഒരു അട്രോസിറ്റി, അതാണ് ഏറ്റവും വലിയ അട്രോസിറ്റി എന്ന് പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ ഒരു പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഇനി അതുപോലൊരു അട്രോസിറ്റി അവർക്ക് ഉണ്ടാകില്ല. അതാണ് ജൂതന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇന്ന് എനിക്ക് അത്ഭുതം തോന്നിയത് ഈ അമേരിക്കൻ ഹിന്ദുസ് അഗെയിൻസ്റ്റ് ഡിഫമേഷൻ ആൻഡ് ഹിന്ദു പാക്ട്, ഇങ്ങനൊരു സംഘടന, ഈ സംഘടന ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ട് പറയുകയാണ്, പീറ്റർ നെവാരോ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ഇല്ലേ, അവനെ പിടിച്ച് പുറത്താക്കിയത് കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കൾ തെരുവിലേക്ക് ഇറങ്ങും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വളരെ ധൈര്യത്തോട്. അപ്പൊ എനിക്ക് മറ്റേ ഡയലോഗാണ് ഓർമ്മ വന്നത്, നിനക്ക് എവിടെ നിന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം ഇന്ന് തിലകൻ ചോദിക്കില്ലേ. അവരുടെ കുറിപ്പ് നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് അവര് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടി എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണത് ഇതാണ് ആ കുറിപ്പ്, അവരുടെ പ്രസ് റിലീസാണ്.
അല്ല ഇവര് പറയുന്നത് ഹിന്ദു പാക്ട് അമേരിക്കൻ ഹിന്ദുസ് അഗെയിൻസ്റ്റ് ഡിഫമേഷൻ ടുഡേ ഇഷ്യൂഡ് എ ഡെസിസീവ് കോൾ ഫോർ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ടു ഡിസ്മിസ് പീറ്റർ നെവാരോ ഫ്രം ഹിസ് പൊസിഷൻ ആസ് ഡയറക്ടർ ഓഫ് ദ ഓഫീസ് ഓഫ് ട്രേഡ് ആൻഡ് മാനുഫാക്ചറിംഗ് പോളിസി ഫോളോയിങ് ഹിസ് ഡീപ്ലി inappropriate and Hindu-phobic reference to caste and his portrayal of India's Prime Minister in a sacred act of Hindu prayer. അതായത് ഇവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പീറ്റർ നെവാരോ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു തെണ്ടിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്ന കാര്യം, അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, കാസ്റ്റ് ഡ്രോപ്സ് ആർ നോട്ട് എ പോളിസി ടൂൾ, ദേ ആർ എ കൊളോണിയൽ വെപ്പൺ. ഇന്ത്യയിൽ ബ്രാഹ്മണന്മാരാണ് ഈ എണ്ണ വാങ്ങിക്കുന്നതിലൂടെ വലിയ രീതിയിൽ അഭിവൃദ്ധിപ്പെടുന്നതെന്ന് പറയുന്നു. അവർ അതിന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നവാറോസ് കമന്റ് അക്യൂസിംഗ് ബ്രാഹ്മിൻസ് പ്രോഫിറ്റിംഗ് ഓഫ് ദ എക്സ്പെൻസസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ഈസ് നോട്ട് എ ക്രിട്ടിക്, ഇറ്റ്സ് എ കൊളോണിയൽ ഇറ ട്രോപ്പ് recycled to divide Hindu society and depict India as inherently unjust. അതായത് ഇതൊരു കൊളോണിയൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വൃത്തികെട്ട ടൂളാണ്. അത് ഇന്ത്യയെ ഡിവൈഡ് ചെയ്യാൻ പണ്ട് കൊളോണിയൽ രാജ്യങ്ങൾ ഉപയോഗിച്ചതാണ്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനൊരു ടൂൾ അമേരിക്കൻ മണ്ണിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുവിക്കുന്നത് വളരെ വൃത്തികെട്ട ഒരു സാധനമാണെന്നാണ് പറയുന്നത്. ദിസ് ഈസ് നോട്ട് എ ഫോറിൻ പോളിസി. അവർ പറയുന്നത് ഇതൊരു ഫോറിൻ പോളിസി ഒന്നുമല്ല, ഇറ്റ് ഈസ് എ വെപ്പണൈസ്ഡ് ഹിന്ദു ഫോബിയ. ഇത് ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ഹിന്ദുക്കളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള വെപ്പണൈസ്ഡ് ഹിന്ദു ഫോബി എന്നാണ് പറയുന്നത്. അജയ് ഷാ, എക്സിക്യൂട്ടീവ് ചെയർ ഓഫ് ഹിന്ദു പാക്ട് ആണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ അവർ പറയുന്ന റീസൺ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. മോക്കിംഗ് ഹിന്ദു പ്രെയർ അണ്ടർമൈൻസ് റിലീജിയൻസ് റെസ്പെക്ട്. ഹിന്ദുക്കളുടെ പ്രയറുകളെ മോക്ക് ചെയ്യുന്നത്, പ്രയറുകളെ കളിയാക്കുന്നത്, അത് എങ്ങനെയാണ് ഇയാൾ കളിയാക്കിയെന്ന് പറയുന്നത് നവാറോ. ഇവർ പറയുന്നത് നവാറോ ഓൾസോ സർക്കുലേറ്റഡ് ആൻ ഇമേജ് ഓഫ് ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ മെഡിറ്റേറ്റിംഗ് ഇൻ സാഫ്രോൺ റോബ്സ്, എ സേക്രഡ് ഹിന്ദു പ്രാക്ടീസ് റൂട്ടഡ് ഇൻ ധർമ്മ. നവാറോ നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കാനായിട്ട് സർക്കുലേറ്റ് ചെയ്ത് അദ്ദേഹം കാവി വസ്ത്രത്തിലിരുന്ന് ധ്യാനിക്കുന്ന പടമാണ് സർക്കുലേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ അത് സർക്കുലേറ്റ് ചെയ്തപ്പോ ഇതൊരു ഹിന്ദു പ്രാക്ടീസ് ആണ്, ധർമ്മയിൽ വേരൂന്നിയ ഒരു ഹിന്ദു പ്രാക്ടീസ് ആണെന്ന് അവർ പറയുന്നത്. ഇത് സർക്കുലേറ്റ് ചെയ്തതിന്റെ ഇംപ്ലിക്കേഷൻ ക്ലിയർ ആണ്. റിഡിക്യൂൾ ഹിന്ദു സ്പിരിച്വാലിറ്റി വൈൽ പുഷിംഗ് എക്കണോമിക് പ്രഷർ. ഹിന്ദുക്കളുടെ സ്പിരിച്വാലിറ്റിയെ തരം താഴ്ത്തി കാണിക്കാനാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അവർ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്, സാഫ്രോൺ ഈസ് സേക്രഡ്. കാവി എന്ന് പറയുന്നത് പരിപാവനമാണ്. പ്രയർ ഈസ് നോട്ട് പ്രൊപ്പഗാൻഡ. അതായത് ഒരിക്കലും നമ്മുടെ പ്രയർ എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡ അല്ല. വാട്ട് എക്സാക്ട്ലി വാസ് നവാറോ ട്രൈങ് ടു സേ ബൈ യൂസിങ് ദ ഇമേജ്? എന്താണ് നവാറോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നവാറോ വ്യക്തമാക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നത്. ഇനി ഇതില് മൂന്നാമത്തെ കാര്യം അവർ പറയുന്നത്, ഹിന്ദുസ് ഇൻ ദ യു എസ് ആർ ദ കൊളാട്രൽ ഡാമേജ്. യുഎസിലെ ഹിന്ദുക്കൾ അവിടെ വലിയ രീതിയിലുള്ള അസന്തുഷ്ടി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതിന് അവർ പറയുന്ന കാര്യം, നവാറോസ് ലാംഗ്വേജ് ഇതൊരു പബ്ലിക് ഡിസ്കോഴ്സ് ആണ്. ഇത് നവാറോയുടെ ലാംഗ്വേജിൽ മാത്രം ഉള്ളതല്ല. കാസ്റ്റ് സ്ലർ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അറ്റാക്ക് ഓൺ ഹിന്ദു സിംബൽസ് അമേരിക്കയിലുണ്ട്. ഈ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കിയിട്ട് നമ്മളെ മുസ്ലിംസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തിട്ടൂര് ഇറക്കുമല്ലോ, അവിടെ മറ്റേ മതസ്വാതന്ത്ര്യമില്ല, തകർന്നു പോകുന്നു. പണ്ട് ഒബാമയൊക്കെ വന്നിട്ട് ദീപാവലിക്ക് പങ്കെടുക്കാനായിട്ട് മെഴുകുതിരി ഉപയോഗിച്ച് വിളക്കും കത്തിച്ചിട്ട് മറ്റേ പടക്കമൊക്കെ കത്തിച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ട് അവിടെ പോയിട്ട് നമ്മൾ വിചാരിക്കും എന്ത് നല്ല മനുഷ്യൻ. അവിടെ പോയിട്ട് ഒബാമ പറയും ഇന്ത്യ ശരിയല്ല, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. അവന്റെയൊക്കെ മനസ്സിലൊരു ആലോചിച്ച് നോക്കണം. ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഇപ്പൊ നമ്മുടെ ഹിന്ദുക്കളുടെ സിംബലിനെ ആക്രമിക്കുന്നു. പോരാത്തതിന് ഇത് ക്ലാസ് റൂമുകളിൽ പോലും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ക്ലാസ് റൂമുകളിലുണ്ട് പാനലുകൾ ഹയർ ചെയ്യുന്നത്. അതായത് അമേരിക്കയിൽ ഏതൊക്കെ ഇപ്പൊ സർക്കാർ തൊഴിലിടങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മന്ത്രിസഭ ആയിക്കോട്ടെ, ഇതിന്റെ പാനലുകളിൽ പോലും ഇതുണ്ട് എന്ന് അവർ പറയുന്നു. ടെമ്പിൾ വാൻഡലിസം നടക്കുന്നുണ്ട്, അമേരിക്കയിൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അവസാനം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മെസ്സേജ് ക്ലിയർ ആണ്, ഫയർ നവാരോ, അവനെ പിടിച്ച് പുറത്തു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ മൂവ്മെന്റ് ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. മലയാളത്തിൽ ഒരു മാധ്യമങ്ങളും ഇത് ചർച്ചയാക്കിയിട്ടില്ല, എടുക്കാനും പോകുന്നില്ല എന്ന് നമുക്കറിയാം. എന്ത് തോന്നുന്നു ഇത് രണ്ടും കൂടെ കേട്ടപ്പോൾ? ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും ധാരണ ഏതാണ്ട് വലിയ സംഭവമാണ്, സാംസ്കാരികപരമായിട്ടൊക്കെ വളരെ ഉന്നതിയിലാണ്. സാംസ്കാരികപരമായിട്ട് യാതൊരു ഉന്നതിയിലുമില്ല. പണമുണ്ട് എന്നുള്ളതാണ്. പണമുണ്ടെങ്കിൽ വിവരമില്ല എന്നാരോ പറയുന്നത് പോലെ അങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ. അതെല്ലാവർക്കും ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ഉയർന്നു വന്ന ഒരു രാജ്യമാണ്. അല്ലാതെ സാംസ്കാരികപരമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഏറ്റവും പൗരാണികപരമായ സാംസ്കാരികത ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പോലും അമേരിക്കയില്ല. ഇസ്രായേലുണ്ട് 7ാം സ്ഥാനത്താണ്, 9ാം സ്ഥാനത്താണ്. അപ്പോ അങ്ങനെയുള്ള ഒരു രാജ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പണക്കാരൻ കൊട്ടും സൂട്ടും ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ആയില്ല. അത് അതിൻ്റെതായ പണക്കാരനല്ല, ഒരു തൊട്ടി
തൊട്ടി എപ്പോഴും തൊട്ടി തന്നെ ആയിരിക്കും. അയാൾ നാളെ വന്നിട്ട് സൂട്ടും കോട്ടും ഇട്ടിട്ട് വന്നിട്ട്, അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അതായത് പണ്ട് കാലത്ത് ഒരു തപ്പോറിയായി നടന്നവൻ, ഹിന്ദിയിൽ നമ്മൾ തപ്പോറി എന്നാണ് പറയുന്നത്, ഈ പിന്നെ എന്താണ് അതിക്രമമൊക്കെ കാണിച്ച് വരട്ടലും വെർട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു തെമ്മാടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം അത്തരത്തിൽ നടക്കുന്ന ഒരാൾ നാളെ ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് പണം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ വലിയൊരു സമ്പന്നനായി എന്ന് കരുതിയിട്ട് അയാളുടെ സംസ്കാരത്തിന് വലിയ വ്യതിചലനമൊന്നും വരുന്നില്ല. മുമ്പ് വാറ്റ് അടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ വാറ്റ് 69 അടിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ. അയാളുടെ ജീവിത രീതിക്ക് കുറെ വ്യത്യാസം വരുന്നു, സംസ്കാരത്തിൽ യാതൊരു വ്യത്യാസങ്ങൾ വരുന്നു. അതുപോലെ തന്നെ അങ്ങനെ സാംസ്കാരികപരമായ ഉന്നതിയിലുള്ള രാജ്യമൊന്നുമല്ല. അപ്പൊ ചോദിക്കും, എന്തിനാണ് ഇന്ത്യക്കാരോട് വലിഞ്ഞേറിച്ച് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ക്ലിയർ ആയിട്ട് ഉത്തരവുണ്ട്. അമേരിക്ക എന്നൊരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് അനവധി രാജ്യക്കാർ അവിടെ ചെന്നിട്ടുണ്ട്. അവർക്കെല്ലാം അവര് സിറ്റിസൺഷിപ്പും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കൾ 30 ലക്ഷം പേര് അവിടെയുണ്ട്. ഈ 2025 കണക്കനുസരിച്ച് 30 ലക്ഷം ഹിന്ദുക്കളുണ്ട്. എവിടെ നിന്നാണ് ഈ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ശ്രീലങ്കയിൽ നിന്ന് വന്നവരുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുണ്ട്, ഗയാനയിൽ നിന്ന് വന്നവരുണ്ട്, ട്രിനിഡാഡിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹിന്ദുക്കളാണ്. ഇവരെല്ലാം എവിടെ വർക്ക് ചെയ്യുന്നു വെച്ചാൽ അവരൊക്കെ കാലാകാലങ്ങളായി അമേരിക്കയുടെ മെഡിക്കൽ രംഗത്ത്, എഞ്ചിനീയറിംഗ് രംഗത്ത്, IT രംഗത്തൊക്കെ ഉണ്ട്. അവിടെ ഒരു ജൂത സമൂഹമുണ്ട് അമേരിക്കയിൽ. അവര് ഒരു ബഹുഭൂരിപക്ഷം പേരാണ് അമേരിക്കയുടെ ടെക്നോളജിയും ആയുധങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിൽ നിർണായക റോള് വഹിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ. അവിടുത്തെ അതിസമ്പന്നന്മാരുടെ ലിസ്റ്റ് എടുക്കാമെങ്കിൽ തന്നെ അതിനകത്തൊരു 20% ജൂത മാരായിട്ടുള്ള മുതലാളിമാരാണ് അവിടെ. അപ്പൊ എല്ലാ രാജ്യത്തിൽ നിന്നും വന്നവരുണ്ട്. കാരണം ഒരു രാജ്യം ഈ കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചത് അവരുടെ ഒരു വലിയ മനസ്കത കൊണ്ടൊന്നുമല്ല, ആ ഒരു രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് കഴിവുള്ളവരെ അങ്ങോട്ടേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ഇന്ത്യക്കാരൻ കഞ്ഞുടികൾ അടക്കുന്നു, എന്നാ പിന്നെ വരൂ നിങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും, ഞാൻ നിങ്ങൾക്ക് 10 പിച്ചക്കാശ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതൊന്നുമല്ല. അതായത് ഈ കഴിവുള്ളവരെ നോക്കി അവരെല്ലാ രാജ്യത്തു നിന്നും ഹയർ ചെയ്യാറുണ്ട്. ഇപ്പോഴും അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനയും കൂടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചൈന തുടങ്ങാനൊരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിൽ ഈ കുടിയേറ്റക്കാരൊക്കെ പുറത്താക്കുന്നുണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ എന്തായാലും അവിടെ പോയമാരൊക്കെ പുറത്താക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യക്കാരനും കാണും, എല്ലാവരും കാണുമല്ലോ. അങ്ങനെ അവനെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് പരിപാടി നടത്താം എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെയൊക്കെയാണ് അവർ കൂടുതൽ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പറയണമെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഈ തൊഴിലാളികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാത്തത്. എങ്കിൽ പോലും നമുക്ക് പല മേഖലയിലും അവരുടെ ഇപ്പൊ കൊറിയൻസ് ഒക്കെ നമ്മുടെ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ അങ്ങനെയുള്ളവർക്ക് വന്നല്ലേ പറ്റൂ, അത്രയും ടെക്നിക്കൽ അറിയുന്നവർക്ക് അത് വന്നേ പറ്റൂ. അപ്പോൾ സ്വാഭാവികം മാത്രമാണ്. അപ്പൊ ഇവർ കാലാകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന അവരുടെ സിറ്റിസൺ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്ര ആർജവത്തോടു കൂടി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയും. അല്ലാതെ മിനിഞ്ഞാന്ന് വിസ എടുത്ത് അവിടെ പോയിട്ട് ഏതെങ്കിലും പണി ചെയ്യുന്ന ഒരാളല്ല അവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അവർ സിറ്റിസൺ ആണ്. അവരേതാണ്ട് അമേരിക്കയിലെ 0.9% ആണ് അവിടുത്തെ ഹിന്ദു ജനസംഖ്യ. അവിടെ ഹിന്ദു ജനസംഖ്യ അങ്ങനെ വലിയ ജനസംഖ്യ എന്നല്ല, അവിടുത്തെ വളരെ ന്യൂനപക്ഷമായ ഒരു ജനസംഖ്യ തന്നെയാണ്. അപ്പോൾ ഈ അമേരിക്ക പുറത്തു പറയുന്നത് അവിടെ ഭയങ്കര മതസ്വാതന്ത്ര്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം, ഒന്നുമല്ല. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ പതിവായി തകർക്കാറുണ്ട്, പണ്ട് തൊട്ടേ തകർക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഈ സിഖുകാരുടെ ആരാധനാലയങ്ങളും തകർക്കുകയും പോസ്റ്റ് ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു വിനോദം കൂടെ അവർ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് കറുത്തവർക്കും വെളുത്തവരും തമ്മിലായിരുന്നു നമ്മുടെ സംഘർഷം. ഇപ്പോഴും അതിനും കുറവൊന്നും വന്നിട്ടില്ല. വർണ്ണവെറിയുണ്ട്, ജാതി വെറിയുണ്ട്, വംശീയ വെറിയുണ്ട്, അങ്ങനെ എല്ലാ തരം വെറികളും അവിടെ ഉണ്ട്. അതങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക. ഈ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പോലും അല്ല ട്രംപിന്റെ ഈ പുതിയ കാലഘട്ടം പരിശോധിച്ചാൽ അദ്ദേഹം പലപ്പോഴും ഒരു ഏകാധിപതിയെ പോലെയാണ് അവിടെ പെരുമാറുന്നത്. നമ്മുടെ ഈ രാജ്യത്തുള്ളതുപോലെ തന്നെയാണ് ചില നിയമങ്ങൾ അവിടെയും ഉള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റേറ്റുകൾ, ആ സ്റ്റേറ്റുകളുടെ ഭരണം നിയന്ത്രിക്കുന്നതും അതിനുള്ള തീരുമാനമെടുക്കുന്നതും അവിടുത്തെ ഗവർണർമാരാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ സൈന്യം, അതായത് നാഷണൽ ഹോം ഗാർഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തെ സൈന്യത്തെ തന്നെ വിടണമെന്ന്. ഈ സൈന്യത്തെ 2 രീതിയിൽ വിടും. ആയുധങ്ങൾ ധരിപ്പിച്ചും വിടും, ആയുധം ധരിപ്പിക്കാതെയും വിടും. അങ്ങനെയാണത്, ആയുധം എടുക്കുന്നതും എടുക്കാത്തത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പട്ടാളം CRPF ഒക്കെ വന്നിറങ്ങി കഴിഞ്ഞാൽ അവരാദ്യം തന്നെ വന്നിട്ട് ഗണ്ണെടുത്ത് വെച്ചിട്ട് വെടിവെക്കാറില്ല. അവരത് ലാത്തി കൊണ്ട് നേടേണ്ടതാണെങ്കിൽ അവർ ആ ഒരു രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാറുള്ളൂ. ഇപ്പൊ സംഘർഷമൊക്കെ ഉണ്ടാകണം, അടിച്ചോടിക്കേണ്ടതാണ്, അടിച്ചോടിക്കും, ഒരു വടിയുടെ ആവശ്യമേ ഉള്ളൂ ഇവർക്ക് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരതേ ചെയ്യും. സൈന്യമല്ല, ഈ CRPF അതും സൈന്യത്തിന്റെ ഭാഗം തന്നെയാണ്, അർദ്ധ സൈനിക വിഭാഗമാണ്. അവരങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ അമേരിക്കയിൽ. പക്ഷെ ഇവിടെ ട്രംപ് എന്തിനോ ഭയക്കുന്നുണ്ട് നന്നായി. അത് പല കാരണങ്ങൾ പറയുന്നു. മുമ്പ് ആളുകൾ പറയുന്നത് ട്രംപിനെ ആരോ കൊല്ലുമെന്നൊരു ഭയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്.
അതാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അതല്ല പ്രശ്നം. ട്രംപിന് നന്നായി അറിയാം അവിടുത്തെ സ്റ്റേറ്റുകളിലൊക്കെ വലിയ കലാപം തന്നെ ഉണ്ടാകും. എല്ലാ സ്റ്റേറ്റും ട്രംപിന്റെ പാർട്ടിക്കാരല്ല അവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് വാഷിംഗ്ടൺ DC-യിലൊക്കെ അവർ ഈ നാഷണൽ ഗാർഡ്സിനെ നേരത്തെ തന്നെ ഇറക്കുകയും അവരുടെ ട്രംപ് ആദ്യം പറഞ്ഞ അവരൊന്നും ആയുധം ധരിക്കില്ല, അവർ നോർമലി ചുമ്മാ ഡ്യൂട്ടി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. പക്ഷെ അവരെ കൊണ്ട് ഇറക്കിയതിന് ശേഷം അവരെല്ലാം വെപ്പൺസ്, അതായത് എന്താണ് നമ്മളതിന് പറയല്, വെപ്പൺസ് ധരിച്ച സൈനികരെ നമ്മൾ എന്താണ് പറയുന്നത്, സർവ്വസന്നാഹത്തോടെ എന്ന് പറയും. ഇപ്പം സൈന്യത്തെ സംബന്ധിച്ച് അവർക്ക് ഈ സിവിലിയൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ 2 ടൈപ്പിലെങ്കിലും ഉള്ള ഡ്യൂട്ടിയാണ് അവർ മിനിമം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ചിലപ്പോൾ സൈന്യത്തെ കാശ്മീരിലും നമ്മുടെ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ കൊണ്ടുവിടും. അപ്പൊ അവിടെ എന്തായിരിക്കും അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി ഈ സിവിലിയന്മാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ എന്താണ് പറയുന്നത്, കൊണ്ടുവരിക, വോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ സൈന്യത്തിന് വെപ്പൺസ് അല്ല അവര് അവിടെ ചെയ്യുന്നത് ഒരു സിവിലിയന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇപ്പൊ വലിയ ഒരു ഇതൊക്കെ നടക്കുന്നത്, ഇപ്പൊ കുംഭമേളയൊക്കെ നടക്കുമ്പോൾ അവിടെ നമുക്ക് സൈന്യം ഉണ്ടായിരുന്നു. അവിടെ സൈന്യത്തിന് വെപ്പൺസ് ഉപയോഗിക്കുകയല്ല അവരുടെ ദൗത്യം. അവിടെ വരുന്നവർക്ക് വേണ്ട സെക്യൂരിറ്റി കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ അറേഞ്ച്. അപ്പം 2 ഡ്യൂട്ടികൾ സൈന്യം ചെയ്യുന്നുണ്ട്. സിവിലിയനിലേക്ക് ഇറങ്ങുമ്പോൾ, അവരുടെ രാജ്യത്തേക്ക് ഇറങ്ങുമ്പോൾ സൈന്യം ചെയ്യുന്നത് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്, അവരുടെ സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ. അവിടെ ആയുധം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രം എടുത്താൽ മതി, അല്ലാതെ യുദ്ധമുഖത്തേക്ക് നിൽക്കുന്നത് പോലെ അവിടെ ഒന്നും നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന കലാപത്തിന്റെ ഒക്കെ ആണെങ്കിൽ സൈന്യത്തിന്റെ വണ്ടി വരുന്നത് കാണുമ്പോൾ തന്നെ കലാപകാരികൾ ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ വലിയ ഇല്ലെങ്കിൽ വലിയ ആയുധങ്ങളുമായിട്ട് സൈന്യത്തിന് വരേണ്ട കാര്യം പോലും ഇല്ല. എനിക്ക് തോന്നുന്നില്ല അവിടെ ആ വരുന്നവരുടെ കയ്യിലൊക്കെ എല്ലാ ആയുധം ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ഈ വണ്ടി വരുമ്പോൾ തന്നെ ഇവർ ഓടുക കലാപം നടത്തുന്നത്. അപ്പൊ പിന്നെ സൈന്യത്തിന് അവിടെ ഇറങ്ങേണ്ട ആവശ്യം പോലും കാണുന്നില്ല. നമ്മൾ കണ്ടതാണ് ഈ മണിപ്പൂര് ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം അവിടെ ഈ സൈന്യത്തിന്റെ വണ്ടി വരുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ, മണിപ്പൂരിലെ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആ സ്ത്രീകള് റോഡിൽ കിടക്കുകയാണ്, വണ്ടി കടത്തിയിടത്തിൽ. പിന്നെ കാണുന്ന ഈ വണ്ടി ലൈറ്റ് ഇട്ടുകൊണ്ട് ഭയങ്കര സൗണ്ടിൽ ഇരച്ച് വരുമ്പോഴത്തേനും ഈ സ്ത്രീകൾ അവിടുന്ന് ഓടുക ചെയ്യുന്നത്. അവിടെ വെപ്പൺസ് പ്രയോഗിക്കേണ്ട കാര്യമില്ല, സിമ്പിൾ ആണ് സാർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണേണ്ടത്. വാഷിംഗ്ടൺ DC-യിൽ സർവ്വസന്നാഹത്തോടുള്ള സൈന്യത്തെ അണിനിരത്തുന്നു, മറ്റ് സ്റ്റേറ്റുകൾ പിടിച്ചെടുക്കാണെന്ന് നീക്കുന്നത്. അതായത് ട്രംപ് ഭയക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുമോ എന്നൊരു ഭയമുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ നീങ്ങുകയാണ് എങ്കിൽ അത് ട്രംപിനെ ദോഷകരമായി ബാധിക്കും. അതിനു മുമ്പ് ഇത് അടിച്ചൊതുക്കുക, തനിക്ക് എതിരെ വരുന്ന ശബ്ദങ്ങളെ അടിച്ചൊതുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ട്രംപിന് അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ നീങ്ങുന്നത്. ഇനിയിപ്പോ ട്രംപിന്റെ മുമ്പിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ രാജ്യത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അദ്ദേഹത്തിന്റെ പോക്ക് ഒരു ഏകാധിപതിയുടെ പോക്കാണ് എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് അമേരിക്കയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം അതിനായിട്ട് അവർ പറയുന്ന കാര്യം, ഒന്ന്, ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് തന്നെ അത് ട്രംപ് മാറ്റി എഴുതും, അതായത് ഭരണഘടന മാറ്റും എന്നാണ് പറഞ്ഞത്. കാരണം അവരുടെ 2 വർഷത്തിൽ കൂടുതൽ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. പക്ഷെ അത് ട്രംപ് മാറ്റും, ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പലരും ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് തന്നെ അവരുടെ അമേരിക്കൻസ് തന്നെ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ട്രംപിന്റേതായ രീതി, ഞാൻ എപ്പോഴും പറയാറുള്ള വാക്കുണ്ട് അന്ത്യക്രിസ്തു എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അന്ത്യക്രിസ്തുവിന്റെ ഒരു കാര്യങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം, ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്ക് പോകുന്നു. അതൊരു വലിയ ആശങ്ക അമേരിക്കയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന്, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണ്, വലിയ ഒരു അനുകൂലമായ ഒരു തരംഗമൊന്നും ഇപ്പോൾ കാണുന്നില്ല. കാരണം ജനങ്ങൾക്കിടയിൽ വെറുപ്പ് വന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസകരമായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ താരിഫ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം താരിഫ് ഉയർത്തിയതിനകത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം ആ രാജ്യത്തിന് സാമ്പത്തികം ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എല്ലാവരുടെയും ചരക്കുകൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളം ആണ് പിന്നെ ഈ പറയുന്ന അമേരിക്ക. കാരണം അവിടെ പ്രൊഡക്ഷൻസ് ഒന്നുമില്ല, പലരുടെയും പുറത്തുനിന്നാണ് ഈ വരുന്നത്. അപ്പൊ വരുന്നവർക്ക് കുറച്ച് താരിഫ് വർദ്ധിപ്പിച്ച അവരുടെ സാമ്പത്തിക നില, അമേരിക്കയുടെ സാമ്പത്തിക നില ഉയർത്തുന്നത് തെറ്റുള്ള കാര്യമല്ല. നമുക്കറിയാം ഇന്ത്യക്ക് 25% താരിഫ് ഉയർത്തിയപ്പോൾ ആദ്യം ഇവിടെ ഒരു പ്രതിഷേധവും ആരും ഒന്നും പറഞ്ഞില്ല, അത് ന്യായമാണ് എന്ന് നമ്മളും നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു. പിന്നീട് ഒരു 25% പിഴച്ചുങ്കമായിട്ട്, അതായത് പഴയ ഒരു അമേരിക്കൻ ഫ്യൂഡലിസത്തിന്റെ മാതൃകയിൽ നിങ്ങൾ അവിടുന്ന് എണ്ണ മേടിക്കും, നിങ്ങൾക്ക് അതുകൊണ്ട് 25% പിഴച്ചുങ്കം എന്ന് പറഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഉപരോധങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ വകവെക്കുന്നൊന്നും ഇല്ല എന്ന്. അവിടെ തൊട്ടാണ് തെറ്റാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളിലുള്ള വിള്ളലുകളോ ഇല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവാണ് അവിടെ കാണുന്നത്. മുമ്പും അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ താരിഫ് ഇല്ലാതൊന്നും അല്ല ഒരു രാജ്യം അവിടെ ഉൽപ്പന്നം ഇറക്കുന്നത്. ആ താരിഫ് ഇറക്കും, അതിന് വേണ്ടിയിട്ട് അവർ ബുദ്ധിപൂർവമായ പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരൊക്കെ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നോക്കം പോകാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊരു നിലപാട് പറയുന്നതിന് മുമ്പ് അനവധി ഹോംവർക്കുകൾ ചെയ്യും. ഇത് എങ്ങനെയാണ് ആ മേഖലയിൽ പ്രതിഫലിക്കുക, ഇതുകൊണ്ട് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. ഇത് പറഞ്ഞു കേൾക്കുന്നത് സാധാരണഗതിയിൽ
ഈ ഭരണാധിപന്മാർ അവിടുത്തെ സൈന്യത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. പക്ഷെ ട്രംപ് അങ്ങനെ അല്ല എന്ന് തുടക്കകാലത്ത് കേട്ടിരുന്നു. സത്യമാണോ അല്ലയോ എന്ന് അറിയില്ല. അങ്ങനെ സൈന്യത്തിന്റെ ഡിസിഷൻസ് ഒന്നും ട്രംപ് വകവെക്കാറില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെയാണ് അത് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ട്രംപിന്റെ ഈ നയങ്ങളെല്ലാം തെറ്റാണ്. കാരണം ട്രംപ് വിചാരിച്ചിരിക്കുന്നിടത്ത് പോലെ കാര്യങ്ങളൊന്നും മുൻപോട്ട് പോകുന്നില്ല. കാരണം ഇപ്പോൾ അമേരിക്ക അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഈ ക്രൈസിസിനെ ഒറ്റയടിക്ക് നേരിടാൻ വേണ്ടിയിട്ട് മുഷ്ക് കാണിച്ചിട്ട് കാര്യമില്ല. ബുദ്ധിപൂർവ്വം നീങ്ങുക എന്നതിന് പകരം ട്രംപ് കാണിച്ചത് ഒരു ബുദ്ധിമോശം തന്നെയാണ്. അതായത് ഒരു പവറിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, മസിൽ പവറിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. അവർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. അത് തീരണമെങ്കിൽ നയപരമായിട്ടും നയതന്ത്രപരമായിട്ടും ഇടപെട്ടെങ്കിൽ മാത്രമേ അത് തീരൂ. ഈ മുഷ്ക് കാണിക്കാൻ പോയി ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് വെച്ചു, ഈ യൂറോപ്പിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലൊരു യുദ്ധം, ഇപ്പോൾ ഈ യുക്രൈൻ യുദ്ധം തന്നെ അവരെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി എല്ലാവരുടെയും തകരും, അമേരിക്കയുടെയും തകരും. അല്ലാതെ സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവരോടും നയപരമായിട്ട് നിന്ന് മുമ്പോട്ട് പോകുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെതായ ചില താല്പര്യങ്ങൾ, ഒരുപക്ഷെ പാകിസ്ഥാനുമായിട്ടൊക്കെ അദ്ദേഹം ചെയ്ത ഡീലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുനീറും ട്രംപിന്റെ മോളും മരുമോനും ഒക്കെ ആയിട്ടുള്ള ചേർന്ന് ഒരുപാട് ബിസിനസ്സുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ബിസിനസ്സുകളും അതിനു വേണ്ടി ബലി കഴിപ്പിച്ചു എന്ന് അമേരിക്കയിൽ തന്നെ ഒരു വികാരം ഉയരുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് തലയൂരാം എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് ട്രംപിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് തലയൂരാൻ. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ലാത്ത ഒരാളായതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് ഈ നവംബറിലോ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തത് വന്നിട്ടൊരു ചെറിയ കരട് എഗ്രിമെന്റ്, അതൊരു കരട് വ്യാപാര കരാർ ഉണ്ടാക്കുകയും അത് വെച്ചിട്ട് ഈ ഇമേജ് ഒന്ന് മാറ്റാൻ ശ്രമിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ തുടങ്ങും. എന്തായാലും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുള്ളത് പീയൂഷ് ഗോയലും പറയുന്നു. നടക്കുകയാണെങ്കിൽ പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞതിന് പ്രകാരം ഇന്ത്യ ഇപ്പോൾ 10 ലിറ്റർ ഡീസൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നിടത്തു നിന്ന് 9 കുറച്ചിട്ടുണ്ട്. 1 ലിറ്റർ ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് കുറച്ചത്, വേണമെങ്കിൽ പറയാം ഞാൻ വിരട്ടിയതിന്റെ പേരിലാണ് കുറച്ചതെന്ന് പറയാം. അത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ 25% താരിഫ് എന്നുള്ളത് അദ്ദേഹം കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയില്ല. അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കുകയാണെങ്കിൽ പുള്ളിക്ക് അത് ലോക രാജ്യങ്ങൾക്കിടയിൽ പുള്ളിയുടെ ആ വീര എന്നുള്ള ഒരു പരിവേഷം ഇല്ലാതാകും. പ്രത്യേകിച്ച് അമേരിക്കയിലെങ്കിലും അത് ഇല്ലാതാകും. അപ്പൊ അദ്ദേഹം അത് എങ്ങനെ തലയൂരാം ന്യൂട്രൽ എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ചില കുബുദ്ധികളും തോന്നുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് 200% താരിഫ് ഞാൻ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിന് ചുമത്തും, ഒപ്പം തന്നെ ഇന്ത്യക്ക് ചിലപ്പോൾ ഞാൻ ഡബിൾ ആക്കിയേക്കും താരിഫ് എന്നൊക്കെ അദ്ദേഹം താങ്ങുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതിനുള്ള സാധ്യതകളൊന്നുമില്ല. പിന്നെ മറ്റൊന്ന്, ട്രംപ് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം ഏതാണ്ട് തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റഷ്യക്ക് കൊടുത്തിരിക്കുന്നത് 2 ആഴ്ചക്കുള്ളിൽ പ്രശ്നം തീർത്തില്ലെങ്കിൽ ഞാൻ വലിയ ഒരു ഇത് നടത്തും. അതെന്താണെന്നറിയില്ല. അറ്റാക്കാണോ അതോ ഇനി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വാറാണോ എന്ന് നമുക്കറിയില്ല. അത് ഉപരോധങ്ങൾ വല്ലതുമാണ്. കാരണം ഇന്ത്യ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു ഉപരോധം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യക്ക്. കാരണം ഏതായാലും റഷ്യ അയയുന്ന ലക്ഷണമൊന്നുമില്ല. അത് അയയുമായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും കൂടി ഡിസ്കൗണ്ട് കൊടുക്കില്ലായിരുന്നു. വീണ്ടും ഒരു 4% കൂടി ഡിസ്കൗണ്ട് ഒരിക്കലും കൊടുക്കാനും സാധ്യതയില്ലായിരുന്നു. ഏതായാലും അതങ്ങനെ ഒരു ഭാഗത്തേക്ക് മുറുകുന്നു. ഇപ്പോൾ ട്രംപ് ഇത് എങ്ങനെ തടി ഊരാന്നുള്ളത്, ഇപ്പൊ ട്രംപിന്റെ വാഴ്ത്തുപാട്ട് പാടുന്നവരെ ഒന്നും ഇപ്പൊ നമുക്ക് കാണാനും കഴിയുന്നില്ല. കാരണം ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത ലോകത്തെ എല്ലാ മാധ്യമങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ പോലും പലതും ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ ഷാങ്ഹായ് ഉച്ചകോടിയെ കുറിച്ച്, ഈ ടിയാൻജിൻ നടന്ന ഉച്ചകോടിയെ കുറിച്ചൊക്കെ അവർ വലിയ ലേഖനങ്ങൾ തന്നെയാണ് എഴുതുന്നത്. മുമ്പൊന്നും അത്രയും ഹെഡ്ലൈൻസിൽ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യങ്ങളൊന്നും അതിൽ ഹെഡ്ലൈൻസ് ഒന്നും ഇടം പിടിക്കാറില്ല. എങ്കിൽ ഇപ്പോഴതൊക്കെ വലിയ ഹെഡ്ലൈൻസ് തന്നെ ഇടം പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ള പേര് പലപ്പോഴും ഇടം പിടിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ആ മാധ്യമങ്ങൾ വായിക്കാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു ഊരാക്കുടുക്കിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ട്രംപിന് അകത്തു നിന്ന് തന്നെയാണ്, പുറത്തു നിന്നല്ല. പുറത്ത് അദ്ദേഹം വെറുപ്പിക്കാവുന്നവരെ മാക്സിമം വെറുപ്പിച്ച് ശത്രുത വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികൾ മൂലം അതിനകത്തും അദ്ദേഹത്തിന്റെ രാജ്യത്ത് തന്നെയും അദ്ദേഹത്തിനോടുള്ള ശത്രുതയും ഇല്ലെങ്കിൽ വെറുപ്പും കൂടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പല മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ ധനുഷ് നേരത്തെ പറഞ്ഞ ആ സർവേയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ കാണാൻ കഴിയുന്നത്.